ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാനിപ്പോൾ പൂരത്തിൻ്റെ തലേ ദിവസമായിട്ട് ഞാൻ തേജുവിൻ്റെയും ആര്യയുടെയൊക്കെ ഒരു ക്രിസ്മസിൻ്റെ ചെറിയ ഷൂട്ട് പോലെ നമ്മൾ അക്വഡേറ്റ് പാലത്തിനവിടെ പോയിട്ട് ഫോട്ടോസ് എടുത്തില്ല. അതിന് ശേഷം വന്നിട്ടുള്ളതിന് ശേഷമുള്ളൊരു വീഡിയോ ആയിട്ടത്. അപ്പോൾ 4:20 ഞാനും അമ്മയും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനങ്ങനെ വന്നിട്ട് ഷോർട്സിലൊക്കെ ഇട്ടുണ്ടായിരുന്നല്ലോ, നൂൽപ്പെട്ടും ഇതൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ നമ്മളങ്ങനെ പോയി വന്നതിന് ശേഷമാണ് ഞാൻ ചോറുണ്ടത്. അപ്പോൾ ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ നോണില്ല കേട്ടോ. ചൊവ്വയും വെള്ളിയും വീട്ടിൽ നോൺ കയറ്റാറില്ലല്ലോ. അപ്പോൾ സാമ്പാർ, കുറുക്കുപ്പേരി, അവിയൽ, അച്ചാർ, പപ്പടം അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. അപ്പോൾ 4:20 കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കാതിരിക്കുന്ന നേരത്തായിരുന്നു അവിടെ പിള്ളേർ പാപ്പൻ്റെയും ഇവരുടെയൊക്കെ മക്കൾ കനാലിൽ വെള്ളം വിട്ടുണ്ടല്ലോ. അപ്പോൾ ആരുടെയൊക്കെ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കനാലിൽ വെള്ളം വിട്ട് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇത് എന്തൊക്കെയോ വേസ്റ്റോ മറ്റേ വാഴയുടെ തണ്ടൊക്കെ ഇല്ലേ, അതൊക്കെ ആരോ അങ്ങനെ വെട്ടിയിട്ട് കനാലിൽ കൂടെ വെള്ളത്തിൽ കൂടെ ഒലിപ്പിച്ച് വിട്ടതാണ് തോന്നുന്നു. അപ്പോൾ അതവിടെ തങ്ങിയപ്പോൾ പിള്ളേർ അത് കോലിട്ട് കുത്തിയിട്ട് പുറത്തു കൂടെ ചാടിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ലഹള കേട്ടിട്ടാണ് തേജു എനിക്ക് വന്നേക്കുന്നത്. തേജു നല്ല ഉറക്കാടെന്ന് വന്നിട്ട് ഞാൻ ഉറക്കിയതായിരുന്നു. അല്ലെങ്കിൽ രാത്രിയിൽ ഓരോ പരിപാടി കാണുമ്പോൾ ആ ഉറക്ക ക്ഷീണവും ഒരു ഉറക്കമപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർ ആ വേസ്റ്റൊക്കെ തട്ടി കളയണ വേസ്റ്റല്ല, വാഴ വെട്ടിയിട്ട് ഇങ്ങനെ തണ്ട് വീടില്ല, ആ ഒരു സംഭവമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവരത് കളയുന്നത് നോക്കി നിന്നു. വേറെ ഒന്നല്ല, പിള്ളേരെ അവർക്ക് ഇങ്ങനെ ചാടിയാലോ വിചാരിച്ച് പേടിച്ചിട്ടാണ്. പക്ഷെ കുട്ടികളൊക്കെ വളർന്നു, ഞാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ വന്നിരുന്ന് ചോറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വർത്താനവും ലഹളയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. കാരണം തേജു ഉണ്ട് അവിടെ. തേജുവിനൊരു ബോധമില്ല, ചിലപ്പോൾ വെള്ളത്തേക്ക് എടുത്തിട്ട് ചാടിയാലോന്നൊക്കെ വിചാരിച്ചിട്ട് ചാടില്ല. അത്രയ്ക്കുള്ള ധൈര്യമൊന്നും ഇല്ല. അഥവാ ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതിൽ ചാടിക്കഴിഞ്ഞാൽ കുട്ടികളല്ല എല്ലാവരും. അപ്പം അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശ്രദ്ധ അങ്ങോട്ടും പോകുന്നുണ്ട്. പിന്നെ അമ്മോട് ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടാണ് കഴിക്കണത്. അമ്മയും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അമ്മ പിന്നെ ഫുൾ തിരക്കാടുന്നു കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കലേക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ. കാരണം അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കുറച്ച് നേരം കെടുന്നു. അപ്പോൾ അത് തേജു വീണ്ടും വന്ന് കെടുന്നു കേട്ടോ. ഉറക്കമപ്പിൽ അവരുടെ ലഹള കേട്ടപ്പോൾ പോയി. പിന്നെ അവൻ വീണ്ടും ആ ക്ഷീണം വിടുന്നില്ല അവന്. അങ്ങനെ കെടുന്നു. പിന്നെ അച്ഛൻ വിളിച്ചപ്പോൾ അവൻ എനിക്ക് വന്നു കേട്ടോ. അവൻ അങ്ങോട്ട് പോകണം പറഞ്ഞു. അവൻ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ഇതുമില്ല, കാരണം ഇവർ കേട്ടൊന്നും കൂടി സെറ്റായിട്ട് വരണം അവന്. അങ്ങനെ അത് അച്ഛനും കൂടെ നിന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ എന്താ പറയുക, വാഴയുടെ ആ ഒരു സാധനം പോണ് കണ്ടപ്പോൾ അവർ പറഞ്ഞു തോന്നുന്നു അച്ഛനോട് അങ്ങനെ തങ്ങിന്ന്. അപ്പം അച്ഛൻ അതൊക്കെ വന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഇതേ ഇവർ പിന്നെ മീൻ പിടിക്കാതിരിക്കട്ടെ, ചൂണ്ടല്ല വെറുതെ ഒരു വടി പിടിച്ചിട്ട് മീൻ പിടിക്കാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞപ്പോൾ അമ്മ ഇതേ മിറ്റടിക്കാൻ മുറ്റും ഇവിടെയൊക്കെ അടിച്ചോരുണ്ട് കേട്ടോ. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ആര്യ എന്താ അടിച്ചോരി തുടച്ചിട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും പിന്നെ അങ്ങനെ അവരുടെ കളിയും കാര്യങ്ങളൊക്കെ നോക്കി നിന്നു വീടിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ ഇതേവളോട് കുറച്ച് അഞ്ചനോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അമ്മയാണെങ്കിൽ ഇവിടെ ഫുൾ അടിക്കുന്നുണ്ട് കേട്ടോ. മുമ്പെന്നൊക്കെ പറയുമ്പോൾ ആരോ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ഇങ്ങനെ കനാലിൽ തിരുമ്പിയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുമ്പൊക്കെ തിരുമ്പിയായിരുന്നു. ഇപ്പം എൻ്റെ വീട്ടിലായാലും അമ്മയും അവിടെ നിന്ന് എല്ലാവരും ഇവിടെ കനാലിൽ നല്ല വൃത്തിയാക്കിയിട്ട് തിരുമ്പലൊക്കെ നടന്നിടുന്നു. പക്ഷെ ഇപ്പോൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല പോണ്ട്, മുമ്പത്തെ പോലെയല്ല കനാലിലെ വെള്ളം. അതുകൊണ്ട് ഇപ്പം അങ്ങനെ തിരുമ്പൽ കാണാറില്ലേ പൊതുവെ ആരും. അമ്മയൊക്കെ വന്നിട്ട് ചവിട്ടി, നമ്മൾ ചവിട്ടി തുടക്കില്ല, ചവിട്ടി അങ്ങനത്തെ ഒക്കെ പൊട്ട കൈക്കല തുണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തുടയ്ക്കണ തുണി അതൊക്കെ വന്നിട്ട് മാത്രമേ കഴുകാറുള്ളൂ. അല്ലാണ്ട് ഞാൻ അങ്ങനെ കഴുകണ ഇപ്പോൾ കാണാറില്ല ആരും. ആദ്യമൊക്കെ എല്ലാവരും എല്ലാ ഡ്രസ്സും ഇവിടെ പിള്ളേരൊക്കെ കുളിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നു. ഇപ്പം അതൊന്നും കാണാറില്ല കേട്ടോ. ഇപ്പം ആകെ കൂടി കാണുന്നത് ഇവർ വന്നിട്ടൊന്ന് ചാടി കളിക്കണതാണ്. ഇവർ കുളിക്കല്ല, വെറുതെ കളിക്കും, എന്നിട്ട് വീട്ടിൽ പോയിട്ട് കുളിക്കായിട്ട് ഇവർ ചെയ്യണത്. പക്ഷെ മുമ്പെന്ന് പറയുമ്പോൾ സോപ്പൊക്കെ കൊടുത്തിട്ട് കനാലിലെ വെള്ളത്തിൽ കുളിച്ചിടുന്നു. പിന്നെ ഇതേ മാളും ടീംസും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലെ ഓമ വെട്ടിയിട്ടുണ്ടായിരുന്നു. ഓമ വെട്ടിയപ്പോൾ വെറുതെ ഇട്ടേക്കണതാട്ടോ. അത് ഇവന്മാരെ അതും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ട് അതിങ്ങനെ വളഞ്ഞും കൊണ്ടാക്കിയിട്ടുണ്ട്. അതുമ്മയാണ് ഇപ്പോൾ കളിയിട്ടാം. സത്യം പറഞ്ഞാൽ കനാലിൽ വെള്ളം വിട്ട് കാണാനാണ് എനിക്കൊക്കെ ഇഷ്ടം എപ്പോഴും. കാരണം വെള്ളം ഇല്ലെങ്കിൽ വെറുതെ കുറേ ഇങ്ങനെ കനാലൊരു വൃത്തികേടായിട്ട് കിടക്കണ പോലെ തോന്നും. പക്ഷെ വെള്ളം വിട്ട ഒരു പ്രത്യേകത ഫീലായിട്ടുണ്ടാവുക. അപ്പോൾ എനിക്കിപ്പോഴും ഞങ്ങളെപ്പോഴും വിചാരിക്കും ശരി കനാലിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം പോയിക്കലോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഓരോ ടൈം അനുസരിച്ചിട്ടേ വിടാറുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ വരണ്ട് വെള്ളമൊന്നുമില്ലെങ്കിൽ വരണ്ട് വൃത്തികേടായിട്ട് പൊടിയും ഇതൊക്കെ കൂടി കിടക്കണമ്പോൾ എന്തോ ഒരു ജാതി പോലെയാണ്. അങ്ങനെ അതെ ഇവരൊക്കെ വന്നാലാട്ടോ ഒരു ഓളം ഉണ്ടാവണത്. അപ്പോൾ ഇവൻ ആ സാധനമൊക്കെ തട്ടിയിട്ടായിട്ട് ഉള്ളിക്ക് വീടുണ്ട് ഈ ഓമയുടെ ഇതൊക്കെ. എന്നിട്ട് അച്ഛൻ്റെ നിന്ന് ചീത്തൊക്കെ കേട്ടിട്ട് വീണ്ടും എടുത്ത് ഇടലൊക്കെ ചെയ്യണ്ടിട്ടതിലൊക്കെ ഇനി വീഡിയോയിൽ പെട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതെ ഇനി ഇത് ഇപ്പം നിങ്ങൾ കാണാൻ പോണത് ഇവന് മാത്രമുള്ള ഒരു കഴിവാട്ടം. ഇതെന്താ ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. ഇവ മാത്രം ചെയ്യും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണണത്. ഇവതേ ഇങ്ങനെ ശ്വാസം പിടിച്ചിട്ട് അത്ര അതിൻ്റെ മുകളിൽ കിടന്നിട്ട് ഇവ ഇങ്ങനെ ഡെഡ് ബോഡി എന്നൊക്കെ പറയില്ലേ, ഡെഡ് ബോഡി ഒലിച്ച് വരേണ്ട പോലെ അവൻ വരും. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാട്ടെ. ഞങ്ങളെല്ലാവരും ഇത് കണ്ടിച്ചിരിക്കാട്ടാ. അയ്യോ ആ പട്ടി കടിച്ചോ.
ഏത് പടി അതെടുക്കാൻ പാടില്ല. കുറേ നേരം അവരുടെ കളിയും കണ്ടിട്ട് നിന്നോട്ടോ. കുറേ നേരം ചിരിക്കാനും പറ്റിയിട്ട് എനിക്ക് എൻ്റെ ചിരിയായിരുന്നു നിങ്ങളിങ്ങനെ കേട്ടായിരുന്നു. പിന്നെ അവരൊക്കെ പോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. അപ്പം അമ്മ മറ്റേ പൈനാപ്പിളൊക്കെ കൊടുന്ന് ചെത്തി കൊടുന്നു. അപ്പോൾ അത് ഞാനും തേജപ്പനും കൂടി ഇരുന്ന് കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ ഞാൻ നമ്മുടെ പെരുന്നാളിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെരുന്നാളാവുമ്പോൾ പലഹാരങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കൊടുന്നു തരും. നമ്മുടെ പൂരം വരുമ്പോൾ നമ്മൾ അവർക്ക് അവിടേക്ക് പലഹാരം കൊടുന്നു കൊടുക്കും. കാരണം നമ്മുടെ ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസും ഹിന്ദുസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ പെരുന്നാളിന് നമുക്ക് പലഹാരം കൊണ്ടു തരും. നമ്മുടെ പൂരത്തിന് നമ്മളത് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഞങ്ങളുടെ പൂരായി. അപ്പം ഞങ്ങൾ ഓരോ വീട്ടിൽ അവിടെ കൊണ്ടു കൊടുക്കൂട്ട അച്ചപ്പും കൊള്ളപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ തേജു അച്ഛനോട് കിൻഡർ ജോയ് വേണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ടൈമാട്ടത്. അപ്പോൾ ഞാൻ മസ്കിടാൻ വേണ്ടിയിട്ട് നമുക്ക് അമ്മയുടെ കൂടെ പോയിട്ട് എല്ലാ വീട്ടിലും പലഹാരം കൊണ്ടു കൊടുക്കുക അടുത്തുള്ളടത്തെന്നൊക്കെ പറഞ്ഞു വിട്ടാ. അങ്ങനെ ഞങ്ങളുടെ മേലൊക്കെ കഴുകൽ കഴിഞ്ഞുട്ടാ. അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ നിൽക്കണ നേരത്തായിരുന്നു ആര്യ ആദർശം വന്നത്. ആര്യ ആദർശം മാർക്കോ ഫിലിം കാണാൻ പോയി കിടന്നുട്ടാ. 3 മണിയുടെ ഷോക്കായിരുന്നു പോയത്. അപ്പോൾ 6:30 ആകുമ്പോഴേക്കും അവർ വന്നു. അപ്പോൾ അവർ വന്നപ്പോൾ തേജുവിൻ്റെ സ്വഭാവം മാറി. ഞങ്ങളുടെ കൂടെ വരാനുള്ള പ്ലാനൊക്കെ മാറ്റി അവരെ കണ്ടപ്പോൾ അവരുടെ കൂടെ നടക്കാനുള്ള പ്ലാനായിട്ടാണ്. അപ്പോൾ അതേ അച്ഛൻ അവന് കിൻഡർ ജോയ് വാങ്ങാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആകെ മൊത്തം പ്ലാൻ മാറി. അവൻ ഞാനും പാപ്പടിയും മാമടിയും കൂടെ പോവാൻ പാപ്പടിയും പിന്നെ അവനെ മതിയെന്നായിട്ടാണ്. പിന്നെ ഞാൻ ഇവളോട് എന്തോ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് വാങ്ങാൻ മറന്നു. ഞാൻ അവളോട് അത് ചോദിക്കി, നീ അത് വാങ്ങിയോ ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ചിഞ്ചിച്ച് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോൾ ക്യാമറ ഓൺ ആക്കിയാലും ഇവരൊക്കെ മുഖംപൊത്തി ഓടുള്ളൂ. ഗൈസ് എന്താണാവും അവർക്ക് ക്യാമറ ഓണാക്കി, നീ ക്യാമറ ഓഫ് എന്നാലേ ഞങ്ങൾ വർത്താനം പറയാൻ നിൽക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് അമ്മ അവിടെ നടന്ന് കൊടുക്കട്ടെ, വീട്ടുകളിലൊക്കെ അമ്മ നടന്ന് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെ റോട്ടിൽ നിൽക്കുക ചെയ്തുള്ളൂ. ആര് പിന്നെ മാർക്കോ ഫിലിം കണ്ടതിൻ്റെ ഇതൊക്കെ എക്സ്പീരിയൻസ് പറയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോണത് പഞ്ജുവിൻ്റെ ഈശ്വരുടെയും വീട്ടിൽ കേട്ടാ. എന്താ വെച്ചാൽ ആദ്യം ആദർശിൻ്റെ കാറ് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടിടണം, എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ. ഇവിടെ നമ്മുടെ വീട്ടിൽ കാറ് കയറ്റിയിട്ടുള്ള സൗകര്യം ഇല്ലല്ലോ. അപ്പോൾ ആദർശം ഈ റോഡ് സൈഡിൽ അവിടെ ഇടയിലൊക്കെ ഇടുക ചെയ്യാറ്. അപ്പോൾ ഇന്നിപ്പോൾ പൂരത്തിൻ്റെ തിരക്ക് കാരണം നമുക്ക് വിശ്വസിച്ച് റോഡ് സൈഡിൽ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിത് ഇവിടെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീടുണ്ട്. അതെ അവിടെയാണ് നമ്മുടെ വീട്. അവിടെ നിന്ന് കുറച്ചും കൂടി നീങ്ങിയിട്ട് തന്നെയാണ് ഈ വീടും. അപ്പോൾ ഇവിടെ മിറ്റൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളിത് അവിടെ കൊണ്ടിട്ടിടാനുള്ള പ്ലാനിലാട്ടാ. അപ്പോൾ ഗേറ്റൊക്കെ തുറന്നിട്ട് ആരെയും തേജു ആണ് ഹെൽപ്പർ ഇട്ടാ വണ്ടിയുടെ. തേജു ആണ് പൊക്കോ എന്നൊക്കെ പറയണ ആളിട്ടാ. സൈഡ് നോക്ക് അങ്ങനെ കാറ് നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ അഞ്ജുവിൻ്റെ ഈശ്വരുടെ അടുത്തേക്കായിട്ട് പോണത്. ആയിരിക്കും അവിടെ ഡ്രസ്സ് ഷേപ്പ് ആക്കാനും അതുപോലെ തന്നെ എന്തൊക്കെയോ ചെയ്യാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഐശ്വര്യ എവിടെയും വിരുന്നുകാരൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോണത്. അപ്പോൾ അവിടെ ആരും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വേഗം കയറി അഞ്ജുവിനെ വിളിച്ചു കേട്ടോ. അപ്പോൾ അഞ്ജുവിനെ വിളിച്ചിട്ട് അവളെയും കൊണ്ട് അവൾക്ക് ആയിരിക്കും ഡ്രസ്സ് ഇന്നലെ അതിൻ്റെ തലേന്ന് അങ്ങനെയായിട്ടാണ് വന്നത്. അത് എന്തൊക്കെയോ അതിൽ അഴിച്ചുപണിയും കുറച്ച് വെട്ടുപണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അഞ്ജുവിൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്തു. പിന്നെ എന്തൊക്കെയുണ്ട് ചെയ്യാൻ, അതൊക്കെ റെഡിയാക്കാനാണ് പോണത്. അപ്പോൾ ഐശ്വര്യ ഓടി വരണത്. അവൾ തല മാന്തണ നേരത്താണ് ഞാൻ വീഡിയോ എടുത്തതെന്നും പറഞ്ഞിട്ട് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഓടി വരിക കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇതേ ബിനുവമ്മ ആദർശിന് ചായയും പിന്നെ എന്തൊക്കെയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്നു. തേജപ്പനെ തേജപ്പനെ ഇവിടെ വന്ന അവിടെ ഒരു ചക്കക്കഥ ഉണ്ട് തേജുവിന്. ഇവിടുന്ന് ചക്ക കഴിച്ചിട്ട് തേജുവിന് ഒരു വട്ടം ബിനുവമ്മ ചക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ചക്ക കഴിച്ചിട്ട് പിറ്റേ ദിവസം ഉറങ്ങി എൻ്റെപ്പോൾ രാവിലെ എൻ്റെപ്പോൾ അവന് ബിനുവമ്മയുടെ ചക്ക വേണമെന്ന് പറഞ്ഞിട്ട് ഒരു വട്ടം വാശി പിടിച്ചിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ രാവിലെ അച്ഛനും കൂടി വന്നിട്ട് ഇവിടുന്ന് ചക്ക വാങ്ങിപ്പോയി ഒരു ബോണ്ട് ഉണ്ട് തേജുവിന് ഇവിടെ ബിനുവമ്മയായിട്ട് കിട്ടാം. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ ഞാൻ കുറേ വീഡിയോസൊന്നും എടുത്തില്ല തോന്നുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ട് എന്താ ചെയ്ത് വീട്ടിലെത്തിയിട്ട് ഞാൻ പോന്നു കേട്ടോ. ആര്യയുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറേ നേരം ഇരുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് പതുക്കെ പോന്നു തേജുവിനെയും കൊണ്ട്. അവർ കഴിഞ്ഞിട്ട് വരട്ടെ വിചാരിച്ചു. അങ്ങനെ വന്നപ്പോൾ അമ്മ അവിടെ പുലിക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോറി ഗൈസ്, ഞാൻ ഷോർട്സിൽ പുലിക്കൂട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതായിരിക്കാം, സോറി. അപ്പോൾ പുലിക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ അമ്മ തേജുവിനെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ കൊല്ലും ഇവിടുത്തെ എല്ലാവരും കൂടിയിട്ട് പിള്ളേരെ കൂടിയിട്ട് ഉണ്ടാക്കണ സെറ്റ്
സെറ്റായിട്ടത്. പക്ഷെ കുറച്ചും കൂടി ഹെവി ആയിട്ട് ഉണ്ടാക്കാറുണ്ട് അവർ. ഇപ്രാവശ്യം ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇതിന് മുന്നത്തെ പ്രാവശ്യം എന്നൊക്കെ പറയുമ്പോൾ വെള്ളം ഇങ്ങനെ ചാലോ കനാല് തോടെന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ആക്കിയിട്ടൊരു പ്രത്യേകത ഒരു നല്ല രസത്തിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര സിമ്പിളായിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പള്ളിയിൽ അത്ര കൂടുതൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ടാറൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ മുന്നേയൊക്കെ തേജുവിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ വന്നിരുന്ന് എടുത്തിരുന്നു. തേജു ഇത്തിരി കൂടി ചെറുതാവുമ്പോൾ. അപ്പോൾ നമുക്ക് അവിടേക്ക് കയറാനുള്ള ഒരു ഇതില്ല, ഇവിടെ കടച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നോക്കി. അപ്പോഴേക്കും അമ്മ, പിന്നെ ഞാൻ വന്നപ്പോൾ അമ്മ പോയിട്ടാ, എന്നാൽ ഞാൻ പോയിട്ട് വരാം, ആദർശാരിയും വരുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും തേജുവിനെ നടക്കാൻ ഇറങ്ങി. ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ നാളെ പൂരമൊക്കെ നടക്കുക. ഇവിടെ ഇങ്ങനെ അങ്കത്തട്ട്, ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്, ഇതാണ് ഞങ്ങളുടെ പ്ലേസ്, അങ്കത്തട്ട് എന്നാണ് പറയുക കേട്ടോ. ഇവിടെയാണ് ഞങ്ങളുടെ പൂരമൊക്കെ തുടങ്ങുന്നത്. നാളത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ കാണാം. ഇവിടെ കാൽത്തിരക്കായിരിക്കും ഇനി കേട്ടോ. പിന്നെ എല്ലാ വീടുകളും ഇവിടെ ഒരു പ്രത്യേകത വായിപ്പോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഇതിൽ കൂടെ നടക്കാൻ. ഒന്നാമത് മൊത്തം വീടുകളാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നിറച്ച് വീടുകളാണ് ഉള്ളത്. അപ്പം എല്ലാ വീട്ടിലും മാല ബൾബ് ഇടും, റോഡ് സൈഡിലും അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നല്ല രസം ഈ ഒരു വൈകിട്ടുള്ള നേരം ഇത് കൂടെ നടക്കാൻ. അപ്പം ഞാനും തേച്ചത് ഇങ്ങനെ വന്നിട്ട് ഇതിൽ കൂടെ വന്നിട്ട് കനാലൊക്കെ ചുറ്റി നടന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ നമ്മുടെ ഇൻസ്റ്റയിലും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസും ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം ഇങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകട്ടെ ചെയ്തത്. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് കുറച്ച് കുറവാണ്. പള്ളിയിലാണ് ക്രിസ്മസിൻ്റെ പരിപാടികൾ അവർ കൂടുതൽ ചെയ്യണമെന്ന് പറഞ്ഞു. മുന്നേ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ കരോളും കാര്യങ്ങളും ഭയങ്കര ഡാൻസും പരിപാടികളൊക്കെ റോഡിൽ കൂടെ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതൊന്നും ഇല്ല കേട്ടോ. പിന്നെ നാസിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു നേരമാകുമ്പോഴേക്കും വരാറുണ്ട്. ഇപ്രാവശ്യം ഇത്തിരി സൈലൻ്റ് ആണ് നമ്മുടെ ഏരിയ. കുറച്ച് പേരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണു. പിന്നെ ഇത് പള്ളിയിലേക്കുള്ള എന്തോ പരിപാടിക്കായിട്ട് വർഗീസേട്ടനൊക്കെ എന്തൊക്കെ വേഷമൊക്കെ കെട്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശരിക്ക് പൊതുവേ ഈ ഒരു സമയത്ത് പൂരത്തിൻ്റെ തലേദിവസം, ക്രിസ്മസിൻ്റെ തലേദിവസമൊക്കെ ക്രിസ്മസ് അപ്പൂപ്പന്മാരും പിന്നെ അതുപോലെ വണ്ടിയിൽ ലൈറ്റും കാര്യങ്ങളും കൊട്ടും ഒക്കെ ആയിട്ട് പരിപാടികൾ പോകാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല, കുറവെന്നല്ല ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിലവരെന്തോ പ്രാക്ടീസ് ചെയ്യുക എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ. അപ്പോൾ കുറച്ച് നേരം അത് കണ്ടു നിന്നു. പക്ഷേ നമ്മുടെ വൈബിനൊരു കുറവുമില്ല കേട്ടോ. പിന്നെ ഇതേ ആര്യയും ആദർശും തേജപ്പിനും കൂടിയിട്ട് എങ്ങോട്ടോ ഇറങ്ങുന്നുണ്ട്. ഇതുപോലെ തേജു എങ്ങടെയെങ്കിലുമൊക്കെ പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. ചിലപ്പോൾ ഈ റോഡിൽ കൂടെ നടക്കാനായിരിക്കും അവരും പോയിണ്ടാവുക. നല്ല രസമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും അത് പറയുന്നില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിൻഷേട്ടൻ വന്നു കേട്ടോ. വിൻഷേട്ടൻ ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ട് എത്തിയിരിക്കണത്. കാരണം പാലക്കാട് നിന്ന് ട്രെയിനിലാണ് വന്നിട്ടത്. അറിയാലോ നമുക്ക് പാലക്കാടാലോ. അപ്പോൾ വീട്ടിൽ ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വീട്ടിലെത്തുമ്പോൾ തന്നെ 9:30 ആയിട്ടുണ്ടാവും. കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ 10 മണി 10:15 ആയിട്ടുണ്ടായിരുന്നു. അത് വിൻഷേട്ടൻ വന്നു. പിന്നെ ഇത് വെല്ലിച്ചനാട്ടോ, അതായത് അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ്. വെല്ലിച്ചൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വെല്ലിച്ചനൊക്കെ മുന്നേ എല്ലാ കൊല്ലം അവരെല്ലാവരും വരണത്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെല്ലിച്ചൻ വന്നു. അപ്പോൾ വെളിച്ചം വന്നിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. വിൻഷേട്ടനോട് വർത്താനൊക്കെ പറയണ്ടിട്ടാ. ഞാനാണെങ്കിൽ വിൻഷേട്ടൻ വരുമ്പോൾ തന്നെ ലീവ് കിട്ടിയോ എന്ന് ചോദിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം വിൻഷേട്ടന് 25-ാം തീയതി ലീവാണ്. പക്ഷെ ക്ലോസിങ് ആയതുകൊണ്ട് ലീവ് കിട്ടുന്നുണ്ടായിരിക്കില്ലേടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ലീവ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേജുവിനെ പെറ്റിച്ചു കേട്ടോ. അച്ഛ വന്നിട്ടില്ലടാ എന്നൊക്കെ പറയണ്ട. അതുവരെ വിൻഷേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ആരുടെ വണ്ടി അമ്മ അച്ഛ വന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അച്ഛൻ വന്നിട്ടില്ല എന്നൊക്കെ പറയണ്ടിട്ട്. അപ്പം വിൻഷേട്ടനെ തപ്പാൻ പോവാട്ടോ അവൻ. അച്ഛൻ വണ്ടി വെച്ചിട്ട് പോയി. വലിയ വണ്ടി ഞാൻ പറഞ്ഞില്ലേ. ഇത്ര നേരം വിൻഷേട്ടൻ അന്വേഷിച്ചിട്ടില്ല ചേട്ടാ. ചോറുണ്ടോ? കൈ മറ്റേ കൈയാണോ പൊട്ടാ? ആ കൈയില്ല. ആദർശിന്റെ വയറ് പിടിച്ചു പൊളിക്കും. അതിൻ്റെ ഉള്ളിൽ ചേരട്ട ഉണ്ടായിരുന്നു. ചേരട്ട ക്രിസ്മസിന്റെ ചേരട്ട അതിനപ്പം ഇട്ട് എനിക്ക് മനസ്സിലായി. അത് ഇടിക്കാനുള്ളതല്ല, അത് ഓടിക്കുമ്പോഴാളതാ. അവരുടെ തലക്കന്നെ ഇടിക്കാണ്ട് മണ്ടൻ.
മണ്ട ശിരോമണി സൂര്യ ആദ്യം പറഞ്ഞിട്ട് നാളെ കുളിച്ചാൽ മതി, നാളെ എനിക്ക് നാളെ രസം കൂടിയിട്ട് എന്തത് കിട്ടോ വേഗം കിട്ടോ വേദന അതാവുമ്പോ കൈ രണ്ടു വട്ടം വേദനയാവും, അപ്പൊ പഠിച്ചോളും. സെറ്റായോ? എല്ലാ വിരലും എല്ലാത്തിനും കറക്റ്റ് ആയി നോക്ക്. ചെറിയ വിരലെടുക്കും. വിരലൊക്കെ ഒന്നില് കയറി ഉണ്ടാവും എല്ലാ വിരലോളും. ഈ കുഞ്ഞ് ഈ വിരൽ ഈ വിരലില്ലേ അങ്ങനെ വിൻഷാന്റെ ഫുഡ് അടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനെ കെടുക്കാനുള്ള പരിപാടി കേട്ടാ. കാരണം 11 മണി ആയിട്ടുണ്ട് ഏകദേശം. പക്ഷെ കുറച്ചേരം നിന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടാ. ഇപ്പൊ 24 മണിക്കൂർ മുകുന്ദേ എന്നെ അതെന്താന്നറിയ, ഇന്നലത്തെ പടത്തിൽ ഉണ്ണി മുകുന്ദന്റെ നടൻ പറഞ്ഞപ്പോ തുടങ്ങിയതാണ് മുകുന്ദേ മുകുന്ദേ. ഇപ്പൊ കിടന്നിട്ട് മൊത്തം അതാടുന്ന് വിളി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒരു 11:30 വരെയൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ കിടന്നു. പിന്നെ പിറ്റേ ദിവസം പൂരാലോ. അപ്പോൾ എന്തായാലും ഞാൻ പൂരത്തിന്റെ വീഡിയോ അടുത്ത വ്ളോഗായിട്ട് എന്തായാലും വരാം. മിസ്സാക്കണ്ട, എല്ലാവരും കാണണം കേട്ടോ. അപ്പൊ ഗായ്സ്, ഞാനും തേജപ്പനും ഇവിടെ കിടന്നു, വിൻഷാട്ടിനൊക്കെ അവിടെ വർത്താനം പറഞ്ഞിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ പൂരത്തിന്റെ വിശേഷങ്ങൾ ഫുൾ ഒരു പൂരത്തിന്റെ വ്ളോഗായിട്ടാണ് വരിക. അപ്പൊ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.